ഹായ് ഗീസേ, അപ്പോൾ ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകാം കേട്ടോ. ഇത് കുടിവെള്ളമാണ് കേട്ടോ. സൈറ്റിൽ വെള്ളമില്ലാത്ത കാരണം ഇവിടുന്ന് പാക്ക് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ലോഡിങ് ഏകദേശം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് അവിടെ സെറ്റ് ചെയ്യില്ല കേട്ടോ. അടുത്ത പരിപാടി കൊടുക്കാനായിട്ട് ഇപ്പോൾ 4 വർഷം തടവും 1 ലക്ഷം രൂപയും പണിക്കാർക്ക്. ഓക്കെ, ഇത് ഗോണിക്കുപ്പ കേട്ടോ. കർണാടകയിലുള്ളൊരു സ്ഥലമാണ് ഗോണിക്കുപ്പ. ഓക്കെ ഗായ്സ്, നമ്മൾ സൈറ്റിലേക്ക് പോവുകയാണ്. ഗുഡ് മോർണിംഗ്. ഓക്കെ, ഇത് മരുന്നടിക്കുന്ന മിഷനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് ഇവിടെ ഗോണിക്കുപ്പയാണ്. അതായത് കർണാടക ഡിസ്ട്രിക്റ്റിലെ ഒരു സൈറ്റാണ് ഗോണിക്കുപ്പ. ഓക്കെ, ഇതാട്ടോ ഇവിടുത്തെ മെയിൻ സിറ്റി. ഓക്കെ, ഈ കാണുന്ന കേട്ടോ ദ കൊക്കോൺ, ദ സ്പൈസ് റോക്ക്. ഓക്കെ, ആ കാണുന്ന ബിൽഡിംഗ് ആട്ടോ ദ പ്രശസ്തമായ പെപ്പേര. ഈ കാണുന്ന ഇവിടുത്തെ ഒരു മെയിൻ പബ് ഹൗസ് ആട്ടോ, പ്ലസ് ഹോട്ടൽ, ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ് റൂം. ഓക്കെ മച്ചന്മാരെ, അപ്പോൾ നമ്മൾ സൈറ്റിൽ എത്തിയിരിക്കുക കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ സൈറ്റ്. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന കേട്ടോ അതിപ്രശസ്തമായ കൂർഗ് പബ്ലിക് സ്കൂൾ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്നത് സജ്ജ കേട്ടോ. അതിന് ഇംഗ്ലീഷ് വേണമെങ്കിൽ ലോഫ്റ്റ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഇത് ഒരു പുതിയ വീടാണ്. ഇവിടെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഓരോ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഈ കാണുന്ന സെറ്റപ്പൊക്കെ നമ്മൾ തന്നെ സെറ്റ് ചെയ്തതാ കേട്ടോ. ഇല്ല, വീട്ടിൽ ഇൻറ്റീരിയർ ചെയ്യാനുള്ള പ്ലാനിങ് അവർ. എടാ, ഇത് എവിടത്തേക്കുള്ളതാടാ? ലോഫ്റ്റാണോ? ഓക്കെ, ഇതിവിടെ മേലെ ലോഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാ കേട്ടോ. എടാ റീജോയെ, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ വീട് ഇത്ര ആക്കിയിട്ട് എത്ര എക്സ്പെൻസ് ആയിട്ടുണ്ടാവുന്ന എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എനിക്ക്? എത്ര? 1.5 ലക്ഷം? അന്ന് നീ നിന്റെ അഭിപ്രായം പറ. 50 ലാക്സോ? ഓക്കെ, കുറേ കഴിയുമ്പോൾ ഇവിടെ TV യൂണിറ്റൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ വലിയ വീടായിട്ട് തോന്നുമെങ്കിലും അത്രയ്ക്ക് സൗകര്യമൊന്നുമില്ല ഗൈസ്. ഇവിടെ വലിയ ടൈലൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്, മാർബിള്. നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോഴത്തെ അവസ്ഥ ഇതൊക്കെയാണ്. ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ, കണ്ടില്ലേ? ഏകദേശം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. ടൈലിട്ട് വെച്ചിട്ടുണ്ട്. ചവിട്ടി നോക്കാം പൊട്ട് വന്ന്. താഴത്തെ ഫ്ലോറിൽ അത്യാവശ്യം സ്ഥലമില്ലെങ്കിലും മേലത്തെ ഫ്ലോറിൽ അത്യാവശ്യം സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ഒരു റെസ്റ്റ് റൂമാണ്. ഇത് കിച്ചൺ ലൈക്ക്. ഇത് ചെറിയൊരു ഓപ്പൺ ഏരിയ, സിറ്റ് ഔട്ട് മാതിരി. തൊട്ടപ്പുറത്തുള്ളത് AADR എൻക്ലേവ്. NRIs ഒക്കെ താമസിക്കുന്ന ഒരു വലിയ ഫ്ലാറ്റാട്ടോ. ഇത് സ്കൂളാട്ടോ, നേരത്തെ പറഞ്ഞു. ഈ കാണുന്ന സെക്കൻഡ് ഫ്ലോറിലേക്കുള്ളതാണ്. സോറി, സെക്കൻഡ് ഫ്ലോർ അല്ല, ടെറസ് ആട്ടോ. എന്തിനു വെച്ചേക്കുന്നതാണോ? ഓക്കെ, തൊട്ടപ്പുറത്ത് പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അവിടെ അവർ പെയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ സംഭവം സെറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മളിങ്ങനെ കേട്ടോ ഈ ഫാബ്രിക്കേഷൻ പണിയിട്ടാണ് ഷോപ്പിൽ നിന്ന് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ കാണുന്ന പോലെ ഫ്രെയിം ആക്കി എടുക്കും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ആ ഡോറൊക്കെ അഴിച്ചെടുത്തിട്ട് ആ ഫ്രെയിം മാത്രം ആദ്യം ഇവിടെ അടിച്ച് സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ടാണ് കേട്ടോ അതിൻ്റെ മേലേക്ക് ഡോറ് കൊടുക്കുന്നത്. എടാ ഒന്ന് സ്പിരിറ്റ് ലെവൽ വെച്ച് നോക്കിയേ. ഓക്കെ, യെസ്. ഓക്കെ, ലെവലാ. ഓക്കെ, ഇത് ഡയറക്റ്റ് ഈ ഫ്രെയിമിൽ സ്ക്രൂ ചെയ്യാനുള്ള പരിപാടി കേട്ടോ. അത് കാരണം ഹോൾ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രെയിം അങ്ങനെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കണ്ടില്ലേ, സ്പിരിറ്റ് ലെവലൊക്കെ വെച്ച് വളരെ നീറ്റായിട്ടാട്ടോ ഇവർ ചെയ്യുന്നത്. ഓക്കെ, ഇത് ഈ സ്ക്രൂ ആണ് കേട്ടോ ഈ ഫ്രെയിം ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ആക്കുന്നത്. ഓക്കെ, ഫ്രെയിമിൽ ഡോറ് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഓക്കെ, ടോട്ടൽ അപ്പോൾ 6 ഡോറാട്ടോ ഈ ഒരു ഫ്രെയിമിനകത്ത് വന്നേക്കുന്നത്. ഇതാണ് കേട്ടോ ക്ലീറ്റ്. നമ്മൾ ഈ ഫ്രെയിം അവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേറൊരു മെത്തേഡാണിത്. സൈക്കിൾ സ്ക്രൂ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ഈ ക്ലീറ്റ് വെച്ചിട്ട് കേട്ടോ നമ്മൾ ഫ്രെയിം ടൈറ്റ് ചെയ്യുക ബർത്തിൻ്റെ മേലെ. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലോഫ്റ്റിൻ്റെ ഔട്ട്പുട്ട്. ഇതിനകത്ത് സ്റ്റിക്കറൊക്കെ പറിച്ച് കളയാനുണ്ട്, അതുകൊണ്ടാണ് കുറച്ചും കൂടി ബാഡായിട്ട് ഫീൽ ചെയ്യുന്നത്.